ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. ഞങ്ങൾ മെട്രോയിലാണ് വന്നത്, അതുകൊണ്ട് ലാൽബാഗിൻ്റെ വെസ്റ്റ് ഗേറ്റിൽ കൂടെ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫ്ലവർ ഷോ നടക്കുക. അപ്പോൾ ഈ ഫ്ലവർ ഷോയുടെ തീം എന്ന് പറഞ്ഞാൽ ആദികവി വാൽമീകിയാണ്, രാമായണം രചിച്ച വാൽമീകിയാണ് ഇപ്രാവശ്യത്തെ തീം. മെയിൻ ഗേറ്റിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പം നമ്മൾ വെസ്റ്റ് ഗേറ്റിൽ കൂടെ കയറിയിട്ട്, അപ്പോൾ ഗേറ്റിൽ തന്നെ, ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നല്ല ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. ഭയങ്കര കളർഫുൾ, എന്തൊരു ഭംഗിയാണ്. പലതരം പൂക്കളും പിന്നെ ആ കളർ കോമ്പിനേഷനും ഒക്കെ എന്തൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ എൻട്രി ചെയ്തു, ടിക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഈ ലാൽബാഗ് വെസ്റ്റ് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ലാൽബാഗിൻ്റെ ലേക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫ്ലവർ ഷോ കാണാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ലേക്ക് കാണാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ഫ്രഷ് ഫ്രൂട്ട് സ്റ്റോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല വലിയൊരു ലേക്കാണ്. നല്ലൊരു ചെറിയ വെയിലൊക്കെ ആണെങ്കിലും ചെറിയ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല ഒരു സന്തോഷം തോന്നും. ഇന്നിപ്പോൾ ഒരു താറാവിനെ കണ്ടു. മറ്റേ അന്നിങ്ങനെ കുറേ താറാവുകളൊക്കെ ഇങ്ങനെ ലേക്കിൽ നീന്തി നടക്കുന്നത് കാണായിരുന്നു. ഇനിയിപ്പം നമ്മൾ മെയിൻ ഗേറ്റിലോട്ട് നടന്നു പോവുക. നല്ല ഭംഗിയാണ്. ഇങ്ങോട്ട് നടന്നു പോകുമ്പോഴും രണ്ട് സൈഡിൽ നല്ല വലിയ വലിയ മരങ്ങൾ കാണാം. എന്തൊരു മാജസ്റ്റിക് ലുക്കാണ് മരങ്ങൾക്കൊക്കെ. ഈ ലാൽബാഗ് ഹൈദർ അലിയാണ് കമ്മീഷൻ ചെയ്തത് 1760. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തത് ടിപ്പു സുൽത്താന്. പക്ഷെ ആ സമയത്ത് 45 ഏക്കേഴ്സ് മാത്രമായിരുന്നു ലാൽബാഗ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആയിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പല അഡീഷൻസ് ഒക്കെ നടത്തി ഇപ്പം 240 ഏക്കേഴ്സ് ഓഫ് ലാൻഡായി ലാൽബാഗ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു നല്ല റോസ് ഗാർഡൻ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം കണ്ടിട്ട് റോസ് ഗാർഡൻ അത്രയ്ക്ക് അങ്ങ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുറേ നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ മരങ്ങളൊക്കെ കുറച്ചുകൂടെ കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും കൊണ്ടുവന്ന് ഇവിടെ ലോണിലിരുന്നൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ, ലിറ്റർ ഫ്രീ, സ്പിറ്റ് ഫ്രീ ഇവൻ്റായിട്ടാണ് ഇവർ നടത്തുന്നത്. പിന്നെ നമ്മൾ കുറേ സ്കൂൾ പിള്ളേരെ എല്ലാം കണ്ടു. ഒത്തിരി സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബൊട്ടാനിക്കൽ ഗാർഡനും ഫ്ലവർ ഷോ കാണാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ ഷോയുടെ സമയത്ത് സ്കൂൾ യൂണിഫോമിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഫ്രീ എൻട്രിയാണ്. പിന്നെ ഇവിടെ നല്ല കുറേ വലിയ വലിയ നഴ്സറീസിൻ്റെ സ്റ്റോൾസും ഉണ്ടായിരുന്നു. ഗാർഡനിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. പിന്നെ എല്ലാ വെറൈറ്റീസ് ഓഫ് ചെടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ വാങ്ങിക്കണം എന്നുള്ളവർക്ക് നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ നോക്കി നടക്കാൻ അതിനൊരു പ്രത്യേക രസമല്ലേ. എനിക്ക് എൻ്റെ ചെടികൾ തന്നെ ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ഇപ്പം ബാൽക്കണിയിലുള്ള ചെടികളൊന്നും ശരിയായിട്ടല്ല ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ട് പിന്നെ ഇനി പുതിയ ചെടികളൊക്കെ ആഡ് ചെയ്യാം എന്ന് വിചാരിക്കുക. Clean and beautiful, and keep our Lalbagh flag flying high. Please throw litter only in the dustbins provided. Please use the correct bin. Dry waste bin for paper, packets or ice cream wrappers, and wet bins for food waste. ഇപ്പം നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
ഗ്ലാസ് ഹൗസിനകത്ത് ഫ്ലവർ ഷോ നടക്കുന്നത്. പിന്നെ അതിന് ചുറ്റുമൊക്കെ നല്ല ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരെയൊക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ്. ഇത് ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഗ്ലാസ് ഹൗസ് പണിതത് 1889 പണിതത്. അത് ക്വീൻ വിക്ടോറിയയുടെ ഗ്രാൻഡ് സണ്ണാണ് ഇതിന് സ്റ്റോൺ ലേ ചെയ്തത്. പിന്നെ ഇതിന് ഉള്ള സാധനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് പണിതത്. പിന്നെ 2004 ഇതിൻ്റെ ഒരു റിനോവേഷനും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വർഷം നടക്കുന്ന ഫ്ലവർ ഷോ 217 ഫ്ലവർ ഷോ ആണ്. ഈ ലാൽബാഗിൽ നടക്കുന്ന 217th ഫ്ലവർ ഷോ. എല്ലാ വർഷവും 2 പ്രാവശ്യം ഫ്ലവർ ഷോ നടത്തും. ഒന്ന് റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് 10 days ഫ്ലവർ ഷോ, പിന്നെ August 15th സമയത്ത് 10 days ഫ്ലവർ ഷോ. അപ്പോൾ ഇപ്രാവശ്യം വാൽമീകി തീമിലുള്ള ഫ്ലവർ ഷോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വാൽമീകിയുടെ പുറയിൽ ഒരു ആൻറ്റിൽ കണ്ടില്ലേ? വാൽമീകി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആൻറ്റിലിൽ നിന്ന് ഉള്ള ആൾ എന്നാണ്. അപ്പോൾ വാൽമീകി രാമായണം രചിക്കുന്നതിന് മുമ്പ് ഒരു കഠിനമായ തപസ് ചെയ്തായിരുന്നു. ആ സമയത്ത് പുള്ളിക്ക് ചുറ്റും ഈ ഉറുമ്പുകൾ കയറി ഇങ്ങനെ ആൻറ്റിലുണ്ടാക്കി. എന്നിട്ട് പുള്ളി അതിനകത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് വാൽമീകി എന്നുള്ള പേര് വന്നത്. അവരിങ്ങനെ ബോർഡിൽ വാൽമീകിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം. പിന്നെ പലതരം ഫ്ലവേഴ്സിനെല്ലാം പേരും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ രാമായണത്തിലെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ സ്റ്റാച്യൂസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം വാൽമീകിയുടെ ഹെർമിറ്റേജ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണാനായിട്ട് ഒത്തിരി പ്രായമുള്ള ആൾക്കാരും പിന്നെ ഒത്തിരി ലേഡീസ്, പ്രായമുള്ള ലേഡീസും ഒക്കെ ഗ്രൂപ്പായിട്ടും അങ്ങനെയൊക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും. ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 വർഷത്തിൽ കൂടുതലായി. അപ്പം ഇങ്ങനെ എല്ലാ വർഷവും ഫ്ലവർ ഷോ ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാലും പക്ഷെ നമ്മളതിന് വരാനായിട്ടുള്ള സമയമൊന്നും കണ്ടെത്താറില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അതൊക്കെ പോയി കണ്ട്, ഫ്ലവർ ഷോ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണാനുള്ള ടൈമൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓരോ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. ഇതിപ്പോൾ കാണുന്നത് കന്നഡ സാഹിത്യകാരന്മാരുടെ സ്റ്റാച്യൂസാണ്. അതിലേറ്റവും വലിയത് ഇവിടുത്തെ രാഷ്ട്രകവി കുവെംപുവിൻ്റെ സ്റ്റാച്യു ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഫോറസ്റ്റ് പോലെ അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ പിന്നെ ലീവ്സ് കൊണ്ടുള്ള ഒരു സെറ്റപ്പ്, അതും വാൽമീകിയുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊരു പ്രത്യേക ഫ്ലവർ എന്താണെന്ന് എനിക്ക് പേര് കണ്ടില്ല, പക്ഷെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഗ്ലാസ് ഹൗസിന് പുറത്തിറങ്ങി. എന്നിട്ട് ഇതിപ്പോൾ ലിറ്റർ ഫ്രീ ലാൽബാഗിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സാണ്. അവർ ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ്, പിന്നെ ഇങ്ങനെ ക്രോഷ്യ വർക്ക്, പിന്നെ ഇത് ബോഡി കെയർ ഐറ്റംസ്, പിന്നെ ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും, വളങ്ങളും, പിന്നെ സീഡ്സ്. ഇതിപ്പോൾ ഒരു കോഫിയുടെ സ്റ്റോളാണ്. ഇത് പിക്കിൾസ്, അങ്ങനെയുള്ള പല സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നീം വുഡിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റോള്, നല്ലൊരു സ്റ്റോളായിരുന്നു. ഞാനിവിടുന്ന് 2-3 ചെറിയ സ്പൂണും പിന്നെ ഒരു ചീപ്പും മേടിച്ചു. ഇതാണെങ്കിൽ ഇത് ലാംപ് ഷെയ്ഡ്സ്, നല്ല കളർഫുൾ ലാംപ് ഷെയ്ഡ്സ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഹോം ഡെക്കറിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ പറ്റും.
ഇതാണെങ്കിൽ ചട്നി പൗഡർ, പിക്കിൾ, പിന്നെ ഇങ്ങനെ ഡ്രൈ പീനട്സും ഒക്കെ, മസാല പീനട്സും അങ്ങനെയൊക്കെയുള്ള ഇത് പിന്നെ കർണാടക ഏവിയറീസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. അപ്പം നല്ല ഹണി എല്ലാം വിൽക്കുന്നു. പിന്നെ ഇത് കേരള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹലുവ, ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ കാർഡൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെയും അവരെ ഇത് ചെയ്യാം. പിന്നെ ഈ ലാൽബാഗിൽ നമ്മളിങ്ങനെ പുറത്തിരുന്ന് നോക്കിയപ്പോൾ അകത്തൂടെ നടന്നപ്പോൾ തോന്നി ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ വീഴുന്ന പോലെ. അപ്പോൾ അവരിങ്ങനെ ഫുൾ ടൈം കുഞ്ഞതായിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, പൂക്കളൊക്കെ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേർക്ക് ഇതൊരു ഫുൾ ഡേ പിക്നിക്ക് പോലെ ആയിരുന്നു തോന്നുന്നു. അവരെല്ലാം ലോണിലെല്ലാം കളിക്കുന്നു, ടീച്ചേഴ്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. ഇത് ലാൽബാഗിലെ ബാൻഡ് സ്റ്റാൻഡ്. ഇതും പണിതത് 1889 അനുബന്ധിച്ച. പക്ഷേ ഇപ്പോൾ ഇതിനകത്തോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ്. എന്താണെന്ന് വെച്ചാൽ ഇത് വുഡ് കൊണ്ട് പണിത ഒരു ബാൻഡ് സ്റ്റാൻഡാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിത് റിനോവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എല്ലാം കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ ഈ പൂക്കളിൽ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. 3 കളേഴ്സാണ്, വൈറ്റും പിന്നെ ഒരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫൗണ്ടൻ. ഇവിടുന്ന് ഞാൻ കുറച്ച് സീഡ്സ് ഒക്കെ വാങ്ങിച്ചു, വെജിറ്റബിൾസിൻ്റെ സീഡ്സ്. ഇനി നട്ട് നോക്കണം എങ്ങനെയുണ്ട്, കിളിക്കുമോ ഇല്ലയോ എന്നൊക്കെ. സാധാരണ ഇവിടുന്ന് വാങ്ങിക്കുന്ന സീഡ്സൊക്കെ കിളിക്കും. പണ്ട് ഞങ്ങൾ മോള് ചെറുതായിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വരുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഈ മരങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. ഇപ്പോൾ ആണെങ്കിൽ വരാറേ ഇല്ല. ഇതിപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഒരു സ്റ്റാച്യുവാണ്. അവിടെ നന്നായിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. മെയിൻ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റാണ് ഇത്. പിന്നെ ഇവിടെ ആണെങ്കിൽ 100 വർഷത്തിന് മേളിലുള്ള ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇങ്ങനെ നടന്ന് ഇത് മുഴുവൻ കാണാനായിട്ട് പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ കുറേ സമയമെടുത്ത് നടക്കാം. പിന്നെ ഇവിടെ ഒരു ഫ്ലോറൽ ക്ലോക്ക് ഉണ്ട് ലാൽബാഗിൽ. അത് ഓടുന്ന ക്ലോക്കാണ്. അതിവിടെ ഈ ലോണിലാണ് വെച്ചേക്കുന്നത്. അത് HMT ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, HMT വാച്ചസ്. ഈ വർക്ക് ചെയ്യുന്ന ക്ലോക്കാണ് ഇത്. പിന്നെ ലാൽബാഗിൽ ഒരു വലിയ റോക്കുണ്ട്, ഒരു മോണോലിത്തിക് റോക്ക്, വലിയൊരു പാറ. അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കാം. പിന്നെ ലാൽബാഗിൻ്റെ തന്നെ ഒരു നഴ്സറി ഉണ്ട്. അത് ഭയങ്കര നല്ല നഴ്സറിയാണ്. പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായിട്ട് വന്നില്ല. അത് ഈ റോക്കും നഴ്സറിയൊക്കെ ലാൽബാഗിൻ്റെ വേറൊരു ഗേറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നമുക്ക് അവിടെ ഒരു പ്രാവശ്യം വരണം. അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.